കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ നാരകമ്പുഴ CSI പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുഗുണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മിനി സാബു വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എങ്കിലും വരുന്ന കുറേ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി പദ്ധതികൾ നമ്മുടെ എല്ലാ മേഖലകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും ഒപ്പം ഉദ്യോഗസ്ഥന്മാരും ഒന്നിച്ചു നിന്ന് ശ്രമിച്ചാൽ കുറെയെല്ലാം നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കും. വരും നാളുകളിൽ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഒന്നിച്ചു നിന്ന് ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും എല്ലാം കൂടി ഒന്നിച്ചു നിന്നെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വികസനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അതിന് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി നിലയിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് വെമ്പിളി മുഖ്യ പ്രഭാഷണം നടത്തി. ഒരു വലിയ പ്രസംഗത്തിൽ എഴുതുന്നില്ല. ശരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വിട്ടുപോയി എന്നുള്ളത് ഈ വലിയ സന്തോഷമില്ല. കാരണം എന്തറിയോ, പദ്ധതി എന്താണെന്ന് ശ്രീ ജോബി ഡോമിനിക്ക് വായിച്ചപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യമാണ് എനിക്കും അത് മനസ്സിലാവില്ല. തീർച്ചയായും വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇത്തരത്തിലുള്ള വികസന സെമിനാർ ഗ്രാമസഭ പീരുമേട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോൺഫറൻസ് ഹാളിൽ നടക്കുകയാണ്. ഞാൻ അത് ഒഴിവാക്കിയിട്ടാണ് ഈ പരിപാടിക്ക് പങ്കെടുത്തത്. 3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരുന്നു, വികസന സെമിനാർ 13-ാം തീയതി അല്ലെങ്കിൽ 16-ാം തീയതിയാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അന്നേ കുറിച്ചിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അതിനിടയിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗ്രാമസഭ വിളിച്ചിരിക്കുന്നത്. ആസൂത്രണ സമിതി അംഗങ്ങൾ അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ അവിടെ എത്തി. ഇപ്പോൾ ആ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയായി ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ നാട്ടിലെ വികസന സെമിനാറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ പരിപാടിയിൽ ഞാൻ എത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി ഡൊമിനിക് എന്നിവർ കരട് പദ്ധതി അവലോകനം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഞ്ജുമോൾ രാജേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയൂബ് ഖാൻ കട്ടപ്ലാക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി VT, KL ഡാനിയൽ, കോശി മത്തായി, ജയ്സമ്മ തോമസ്, സ്റ്റാൻലി സണ്ണി, സോണിയ ഹാറൂൺ, സിജോ ഉള്ളാട്ട്, ശോഭന, ഹാരിഷ്, സാലിഹ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.